അമേരിക്ക യുക്രൈനെ കൈവിടുന്നതിന്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന സംഭാഷണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടനെ തന്നെ ലോകത്തിലുണ്ടായ പ്രധാനപ്പെട്ട സമവാക്യം എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് വളരെയധികം അപമാനിക്കുന്ന രീതിയിലാണ് സെലൻസ്കിയോട് പെരുമാറിയത് എന്നതാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരുംകാല ലോക സമവാക്യങ്ങൾ നിർണയിക്കുമ്പോൾ ഇപ്പോൾ നിരന്തരമായി 3 വർഷത്തോളമായി റഷ്യയുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് പറയുന്നത്, നിങ്ങൾ ഒരു സീസ് ഫയർ സമാധാന കരാറിൽ എത്തണമെന്നാണ്, റഷ്യയുമായിട്ടുള്ള സംഘർഷങ്ങളിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കണമെന്നാണ്. പക്ഷേ വ്ളാഡിമിർ പുടിനുമായിട്ട് എങ്ങനെ സമാധാനം ഉണ്ടാക്കുമെന്നാണ് സെലൻസ്കി തിരിച്ചു ചോദിക്കുന്നത്. യുക്രൈന്റെ നിരവധി പ്രദേശങ്ങൾ റഷ്യ കയ്യേറി കഴിഞ്ഞു. അവരുമായിട്ടുള്ള സമാധാന കരാറുകൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവർ അത്തരം പ്രദേശങ്ങൾ കയ്യേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സമവാക്യങ്ങളാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കരാറുകളാണ് അവരുമായിട്ട് സാധ്യമാവുക എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ അതിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നു, നിങ്ങൾ ഞങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്നുള്ള രീതിയിലാണ് ആ സംഭാഷണങ്ങൾ തുടരുന്നുള്ളത്. ഞങ്ങൾ നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് സൈനികമായിട്ടുള്ള ചില സാങ്കേതിക വിദ്യയടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും സമാധാനം ഉണ്ടാക്കേണ്ടതിന്റെ സമയമാണ്. ഇത് ഞങ്ങൾക്ക് വളരെ വലിയ ചെലവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്നുള്ള ഒരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന് മറുപടിയായി സെലൻസ്കി പറയുന്നത്, ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിന് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് റഷ്യയുടെ അധിനിവേശം നടക്കുകയാണ്. ഇത് ഒരു ചെറു രാജ്യമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ രാജ്യം ഒന്നടങ്കം തന്നെ റഷ്യക്ക് കീഴിൽ പോകണമെന്നാണ് അവിടുന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഇത്തരം ഞങ്ങളുടെ പ്രദേശങ്ങൾ കയ്യേറിക്കൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ എന്താണ് സമാധാന കരാർ ഉണ്ടാക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ തുടരുന്നുള്ളത്. ഇതിൽ വ്യക്തമാവുന്ന ചില കാര്യങ്ങളുണ്ട്. മുമ്പുണ്ടായിരുന്നത് പോലെ ജോ ബൈഡന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെ ആയിരിക്കില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമീപനം എന്നുള്ളതാണ്. ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രസിഡന്റിന് അപ്പുറം ഒരു കച്ചവട താല്പര്യമുള്ള ഒരു കച്ചവടക്കാരൻ മാത്രമായി ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും മാറുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ സമീപനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുള്ള കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും ഇത്തരത്തിൽ തെറ്റിപ്പിരിയുമ്പോൾ ഇത് യൂറോപ്പിൽ എന്ത് സമവാക്യങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനുശേഷം സെലൻസ്കി അവിടെ നിന്നും മടങ്ങിയതിനു ശേഷം അദ്ദേഹം ബ്രിട്ടനിൽ പോവുകയും അവിടെ ബ്രിട്ടന്റെ ഭരണമേധാവികളുമായി കാണുകയും അവർ യുക്രൈൻ പ്രസിഡന്റിന് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയിലെ മറ്റു അംഗരാജ്യങ്ങളും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ ഈ യുക്രൈനെ പിന്തുണക്കാൻ തയ്യാറായിട്ടുണ്ട്. നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ അമേരിക്ക എന്നുള്ളത് എപ്പോഴും ഈ നാറ്റോ അംഗരാജ്യങ്ങളെ സംരക്ഷിക്കാൻ കൂടി ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നും അത്തരം രാജ്യങ്ങൾക്കെതിരെ ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ഞങ്ങളെ രാജ്യത്തിനെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്നും അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അമേരിക്ക നാറ്റോ ഉണ്ടാക്കിയതും അതിനുശേഷം അതിലെ അംഗരാജ്യങ്ങൾ ഉണ്ടാക്കിയതും. പക്ഷേ ഇപ്പോൾ യുക്രൈന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള നയസമീപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. നാറ്റോയിലടക്കം വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇത് നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു അധിനിവേശവും ആക്രമണവും നടത്തിയതിനു ശേഷം ആ രാജ്യവുമായിട്ട് സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കി സമാധാനത്തിൽ ഏർപ്പെടാനുള്ള ഒരു നിലപാട് അമേരിക്കൻ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തുടർന്ന് തങ്ങൾ നാറ്റോയിൽ അംഗമായ അമേരിക്കൻ പിന്തുണയുള്ള ഒരു വ്യവസ്ഥിതിയോട് കൂടെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തിച്ചാൽ തങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് മറ്റുള്ള നാറ്റോ അംഗ രാജ്യങ്ങൾ കൂടി അത്തരത്തിൽ ചിന്തിക്കാനുള്ള കാരണമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും ഇപ്പോഴുള്ള ഈ നിലപാടുകൾ കൊണ്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടൻ അടക്കമുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളും ഇത്തരത്തിൽ
ഈ യുക്രൈനെയും സെലൻസ്കിയെയും പിന്തുണക്കാൻ തയ്യാറാവുന്നതാണ്. അതായത് അമേരിക്ക ഒഴിവാക്കിയപ്പോൾ അമേരിക്ക ഒരു രീതിയിലും ഇനി യുക്രൈന് പിന്തുണ നൽകില്ല എന്നുള്ള രീതിയിലുള്ള നയസമീപനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും പരസ്പരം ബന്ധമുണ്ടാക്കിക്കൊണ്ട് പുതിയ ലോക സമവാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ മറ്റൊരു വശത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും യുക്രൈനുള്ള പിന്തുണ തുടരുമെന്നാണ് ബ്രിട്ടൻ പറയുന്നത്, മറ്റു നാറ്റോയിലെ രാജ്യങ്ങൾ പറയുന്നത്. അതുകൂടാതെ തന്നെ റഷ്യയുടെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും ഈ ഒരു യുക്രൈന്റെ അവകാശത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള നിലപാടുകളും അവർ സ്വീകരിക്കുന്നു. അങ്ങനെ നാറ്റോയിൽ തന്നെ വിള്ളൽ വീഴ്ത്താനുള്ള ഒരു കാരണമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം നയ സമീപനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാവുന്നുള്ളത്. വരുംകാല ലോക ചരിത്രത്തിലെ ലോകത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിയെഴുതാവുന്ന ഒരു സാഹചര്യം ഈ ഗസയിലെ യുദ്ധവും അതിനുശേഷം ഇവിടെ നടന്നിട്ടുള്ള യുക്രൈൻ റഷ്യ സംഘർഷവും ഇതൊക്കെ പല രീതിയിലുള്ള സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കാനുള്ള കാരണമായിട്ട് മാറുമെന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത്.